അങ്ങനെ യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ ഒരു പിടി കിടിലൻ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡ് ൻ്റെ മത്സരം ഉണ്ടായിരുന്നു, ബയൺ മ്യൂണിക്ക്, അതുപോലെ തന്നെ FC ബാഴ്സലോണ, അങ്ങനെ ഒരുപിടി മത്സരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ടോട്ടനം ഹോട്ട്സ്ബർഗുമായിട്ട് വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഏകപക്ഷീയമായ 5 ഗോളിനാണ് വിജയിച്ച് കയറിയത്. 15 മിനിറ്റിനുള്ളിൽ തന്നെ 3 ഗോളുകൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ഗോൾ സ്കോർ ചെയ്തു. അത് ടോട്ടനം ഹോട്ട്സ്ബർഗിൻ്റെ ഗോളിയുടെ മിസ്റ്റേക്കിലായിരുന്നു. തുടർന്ന് ഗോളിയൊക്കെ ടോട്ടനം ഹോട്ട്സ്ബർഗ് മാറ്റേണ്ടി വന്നു. അങ്ങനെ പരിതാപകരമായ പെർഫോമൻസ് ആയിരുന്നു ടോട്ടനം കാഴ്ചവെച്ചത്. കളിയുടെ 6-ാം മിനിറ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ് ലൊറന്റയിലൂടെ ഗോൾ നേടിയപ്പോൾ 14-ാം മിനിറ്റിൽ ഗ്രീസ്മാൻ ഗോൾ നേടി. 15-ാം മിനിറ്റിൽ അൽവാറസിൻ്റെ ഗോൾ വന്നു. അതുപോലെ തന്നെ 22-ാം മിനിറ്റ് നോർമാൻഡിൻ്റെ ഗോളും കൂടെ വന്നപ്പോൾ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 26-ാം മിനിറ്റിൽ പെട്രോ പോറോ ടോട്ടനത്തിന് വേണ്ടി ഗോൾ മടക്കിയടിച്ചപ്പോൾ 4-1 ഫസ്റ്റ് ഹാഫായി. സെക്കൻഡ് ഹാഫിൽ സൊളാങ്കിയും കൂടെ ഓടിച്ചപ്പോൾ 76-ാം മിനിറ്റ് സൊളാങ്കിയും കൂടെ ടോട്ടനത്തിന് വേണ്ടി ഓടിച്ചപ്പോൾ കളി 5-2 ഏകപക്ഷീയമായ 5-2 തന്നെ ആദ്യത്തെ റൗണ്ട് ഓഫ് 16 ആദ്യത്തെ ലെഗിൽ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിച്ച് കയറി. പിന്നെ നടന്നത് ബയൺ മ്യൂണിക്കിന് മത്സരം. അതൊരു ഗോൾ വർഷം തന്നെയായിരുന്നു. ബയൺ മ്യൂണിക്ക് ഗോൾ അടിച്ച് മരിച്ചു എന്ന് തന്നെ പറയാം. അതും അറ്റ്ലാന്റയുടെ സ്റ്റേഡിയത്തിൽ പോയിട്ടാണ് 6-1 ബയൺ മ്യൂണിക്ക് വിജയിച്ചത്. ബയൺ മ്യൂണിക്ക് വേണ്ടി സറ്റിൻസ്കി ഗോൾ അടിച്ചു 12-ാം മിനിറ്റിൽ. അതുപോലെ തന്നെ മൈക്കൽ ഒലീസ് 2 ഗോളുകൾ അടിച്ചു. കളിയുടെ 22-ാം മിനിറ്റിലും അതുപോലെ തന്നെ 64-ാം മിനിറ്റിലും ഒലീസയുടെ വക ഗോൾ വന്നു. പിന്നെ ഗനാർബി കളിയുടെ 25-ാം മിനിറ്റിൽ ഗോൾ അടിച്ചു. അതുപോലെ തന്നെ നിക്കലാസ് ജാക്സൺ 52-ാം മിനിറ്റിൽ ഗോൾ അടിച്ചു. പിന്നെ മുസിയാല ഗോൾ അടിച്ചിരിക്കുകയാണ്. മുസിയാല വീണ്ടും ഗോൾ അടിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമായിട്ടാണ്. മുസിയാല 67-ാം മിനിറ്റിൽ ഗോൾ അടിച്ചു. അങ്ങനെ 6-0 67-ാം മിനിറ്റ് ആയപ്പോൾ തന്നെ ബയൺ മ്യൂണിക്ക് ലീഡ് എടുത്തതാണ്. പിന്നെ അറ്റ്ലാന്റ ഒരു ഗോൾ അവസാനം മടക്കി അടിച്ചു. പസ്ലിക്ക് ഒരു ഗോൾ കൂടെ അടിച്ചപ്പോൾ 93-ാം മിനിറ്റിൽ ഏകപക്ഷീയമായ 6-1 അറ്റ്ലാന്റ ഫസ്റ്റ് ലെഗിൽ തന്നെ സ്വന്തം മൈതാനത്ത് പൊട്ടിത്തകർന്ന് പോയെന്നുള്ളതാണ്. സെക്കൻഡ് ലെഗിൽ ഗോൾ അടിച്ച് കംബാക്ക് നടത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് കണ്ട് തന്നെ അറിയാം. എൻ്റെ അഭിപ്രായം ബയൺ മ്യൂണിക്ക് തന്നെ അടുത്ത റൗണ്ടിലേക്ക് പോകും എന്നുള്ളതാണ്. പിന്നെ FC ബാഴ്സലോണ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് വെച്ചാൽ ഇല്ല. അവർക്ക് ബോൾ ഒരുപാട് നഷ്ടപ്പെട്ടു. ന്യൂകാസിലിനോട് കളിച്ചപ്പോൾ ന്യൂകാസിലിൻ്റെ സ്റ്റേഡിയത്തിൽ കളി നടന്ന മത്സരത്തിൽ 1-1 സമനിലയായിരുന്നു. കളിയുടെ 86-ാം മിനിറ്റിൽ ബാർനസ് ഗോൾ അടിച്ചപ്പോൾ കളിയുടെ 90-ാം മിനിറ്റിൽ എക്സ്ട്രാ ടൈം കഴിഞ്ഞ് പോയ കളി 90 മിനിറ്റ് കഴിഞ്ഞ് കളി 96-ാം മിനിറ്റിൽ പെനാൾട്ടി ഗോളിലൂടെ യമാൽ ലീഡ് പിടിച്ചതിന് കളി 1-1 സമനിലയായി. കളിക്ക് ശേഷം ഹാൻസി ഫ്ലിക്ക് പറഞ്ഞത് നമുക്ക് ക്യാമ്പ് നൗവിൽ മികച്ച രൂപത്തിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് തന്നെ ഗാലറ്റസറായി ആയിട്ട് ലിവർപൂൾ ഒന്നുകൂടി പൊട്ടിയിട്ടുണ്ട്. ഗാലറ്റസറായുടെ സ്റ്റേഡിയത്തിൽ ഇസ്താംബുളിൽ നടന്ന മത്സരത്തിൽ ലെമിഞ്ഞ ഗോൾ അടിച്ചപ്പോൾ 7-ാം മിനിറ്റിൽ ആ ഒരു ഗോളോടി ലിവർപൂൾ തോറ്റു എന്നുള്ളതാണ് ആദ്യത്തെ ലെഗിൽ. ഇനി ആൻഫീൽഡ് തീർക്കാൻ പറ്റും ലിവർപൂളിന് എന്നുള്ളതാണ്. എന്തായാലും ആൻഫീൽഡിൽ ഒരു റിവെഞ്ച് ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു ഗോളിൻ്റെ ലീഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത്രയും ഒരുപിടി സൂപ്പർ പോരാട്ടങ്ങളായിരുന്നു അങ്ങനെ നടന്നിട്ടുള്ളായിരുന്നത്. അങ്ങനെ ഇന്ന് രാത്രി ഇനിയിപ്പം റിയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയുമുള്ള മത്സരം, അങ്ങനെ ഒരുപാട് സൂപ്പർ പോരാട്ടങ്ങൾ വരാനിരിക്കുന്നുണ്ട്. PSG, ചെൽസി തുടങ്ങിയ പോരാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ മത്സരത്തിൽ ഇതാണ് റിസൾട്ട്. എന്തായാലും ബാഴ്സലോണ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ പുറത്താകും തന്നെ ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും PSG ചെൽസിയുമുള്ള പോരാട്ടങ്ങളാണ് ആരാധകർ വെയിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡും സിറ്റിയും, അങ്ങനെ മികച്ച പോരാട്ടങ്ങൾ ഇന്ന് വരാനായിട്ട് പോവുകയാണ്.